ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പോർഷയുടെ ബോക്സ്റ്റർ ആണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് എഞ്ചിൻ ഓയിൽ സർവീസ് 15K സർവീസിന് വേണ്ടിയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ സർവീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി എത്രയാണ്, എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ശകലം ഒരു മൈനർ ലീക്കും കാണാനുണ്ട്. ഈ മോഡൽ വാഹനങ്ങൾ കോമൺ ആയിട്ട് എഞ്ചിൻ ഓയിൽ ലീക്ക്, അതേമാതിരി തന്നെ കൂളൻ ലീക്കൊക്കെയാണ് കൂടുതലായിട്ടും വരാറ്. എന്നാൽ ഈ വാഹനത്തിന് ചെറിയൊരു മൈനർ എഞ്ചിൻ ഓയിൽ ലീക്ക് മാത്രമേ ഉള്ളൂ, കൂളൻ ലീക്കൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ടൂൾ നിങ്ങൾ കണ്ടു ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് നിങ്ങൾ ആദ്യം തന്നെ അഴിച്ചെടുക്കണം. അപ്പോൾ അഴിച്ചു വിടുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളിത് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അഴിച്ചു വിട്ടത് എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ തന്നെ. ഇവിടെ കണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ തൊട്ട് സൈഡിലായിട്ട് കൂളൻറ്റിൻ്റെ ക്യാപ്പ് നിങ്ങൾക്ക് കാണാം ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിതിപ്പോൾ റീസെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ അകത്ത് വാഹനം ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത് സർവീസിൻ്റെ ഡ്യൂ എന്ന് പറഞ്ഞ വാണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് വാണിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നില്ല. എത്രയാണ് അതിൻ്റെ അകത്ത് അവൈലബിലിറ്റി ഉള്ളത് എന്നും കൂടി എങ്ങനെയാണ് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ലെവൽ ഇപ്പോൾ മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ വളരെ ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിലിൻ്റെ സർവീസ് എത്രയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 3 റീസെറ്റിംഗ് ആണുള്ളത്. ഒന്ന് ഇതിപ്പോൾ കണ്ടല്ലോ, 5 ഡേയ്സ് എഞ്ചിൻ ഓയിൽ സർവീസ് 5 ഡേയ്സ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ആ ഇൻ്റർവെല്ല് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓയിൽ റീസെറ്റ് സ്കാനർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങളുടെ ഓയിൽ മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഹോട്ട് ഫംഗ്ഷനിൽ പോയിട്ട് ഓട്ടോ ഓയിൽ റീസെറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഓട്ടോ ഓയിൽ റീസെറ്റിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിപ്പം നമ്മൾ ഓയിൽ സർവീസിൻ്റെ ഓപ്ഷൻ മാത്രമേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള മെയിൻ്റനൻസ് ഒന്നും സർവീസ് ഡ്യൂ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീസെറ്റ് ആവുന്നതും കാണാം. ഇനി റീസെറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും നമ്മൾ സ്റ്റിയറിങ്ങിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജിൽ സർവീസ് ഇൻ്റർവെല്ലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ കണ്ടല്ലോ, 15,000 സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന് എഞ്ചിൻ ഓയിൽ മെഷർമെൻറ്റ് ചെയ്യണം. അപ്പോൾ എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ കറക്റ്റ് ആയാൽ മാത്രമേ മെഷർമെൻറ്റ് ആവൂ. ഇനി അത് നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് അറിയാൻ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തന്നെ സർവീസ് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓയിൽ മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ സ്കാനറിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓയിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഓയിൽ ഫില്ലിങ്ങിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് സർവീസ് ഫംഗ്ഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90ക്ക് മുകളിലെത്തണം. 90 മുകളിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 120 സെക്കൻഡിൻ്റെ ഒരു ഫംഗ്ഷനാണിത്. 90 115 ഇത് കണ്ടല്ലോ, 90 ഡിഗ്രി 115ൻ്റെ ഇടയിലാണ് ആ മെഷർമെൻറ്റ് എത്തേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ ഫില്ല് ചെയ്യണോ അതോ കുറക്കണോ കൂടുതലാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊരു 120 സെക്കൻഡുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ മെഷർമെൻറ്റ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് താഴെ കാണാം. ഇതിപ്പോൾ കണ്ടല്ലോ 32 33 അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ ഈ മോഡൽ വാഹനങ്ങളുടെ ഓയിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ക്യാപ്പ് ഓപ്പൺ ആക്കാതെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പാടില്ല. ക്യാപ്പ് ഓപ്പൺ ആക്കി ഓയിൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്ത് എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 8 ലിറ്റർ ഓയിലാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ പ്രൊസീജിയറിൽ തന്നെ അഴിച്ചത് കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ 8 ലിറ്റർ തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8 ലിറ്റർ ചില ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ കാണാം 7.5 7.5 7.8 എന്നൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കറക്റ്റ് എക്സാക്ട്ലി 8 ലിറ്റർ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 8 ലിറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുള്ള നമുക്ക് ഇപ്പോൾ ഫില്ല് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു മെഷർമെൻറ്റ് കാണാം. ഇവിടെ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടല്ലോ, ഇപ്പോൾ റീഫില്ല് 0 ആണ് കാണിക്കുന്നത്. അതേമാതിരി തന്നെ ഓയിൽ ലെവൽ ഓക്കെയും കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു കട്ട് കുറവ് കാണാം. അത് വാഹനം ഒരു 5 മിനിറ്റും കൂടി സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് ലെവലിൽ തന്നെ എത്തിയിരിക്കുന്നതും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.